എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. അങ്ങനെ നമ്മുടെ ജൂൺ 18 എക്സാം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതുവരെ അത് കാണാത്ത കുട്ടികൾ ഓൾറെഡി 5 പാർട്ടായിട്ട് ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനലിലുള്ള ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിനി ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്താലോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, arrange the books according to their year of publication starting from the oldest. നമ്മുടെ എൻ ടി എയുടെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എൻ ടി എക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വർഷങ്ങളും ഒരു ബുക്ക് ഇറങ്ങിയ വർഷമൊക്കെ കാണാപ്പാഠം പഠിക്കുക പറയുമ്പോൾ അതിൻ്റെ ഒരു യൂസും എക്കണോമിക്സിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് അധികം ഒന്നും യൂസ്ഫുൾ അല്ല അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും എൻ ടി എ ചോദിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം അല്ലേ. അപ്പം നമ്മൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പുസ്തകങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഫോർച്യുനേറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ആരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ബുക്സ് ഒന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. വളരെയധികം ഒരു ലാൻഡ്മാർക്ക് ചേഞ്ച് നമ്മുടെ ഇക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റിൽ വരുത്തിയിട്ടുള്ള 5 പുസ്തകങ്ങളുടെ പേരാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയുള്ള ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് മണി. ഇത് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ +1 +2 തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കിന്റെ പേരാണിത്. സോ ഇതിലാരും തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമെങ്കിലും അധികം ആൾക്കാർക്ക് ഈ ബുക്കിന്റെ പേരിനെ പറ്റി അറിയില്ല എന്നേ ഉള്ളൂ. ബട്ട് അതിന്റെ ബാക്ക് സ്റ്റോറിയും ഇത് എഴുതിയ ആളും വർഷവും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് വൺ ഏതാ? പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. ഇത് ഏറെക്കുറെ എല്ലാവർക്കും നിർബന്ധമായിട്ടും അറിയേണ്ടതാണ്. അപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഡേവിഡ് റിക്കാർഡോന്റെ എല്ലാ തിയറികളും, അതിപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് ആണെങ്കിലും ശരി, വേറെ സബ്ജക്റ്റുകളിലും ഇപ്പോൾ ഗ്രോത്തിലൊക്കെ റിക്കാർഡോന്റെ തിയറി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റിക്കാർഡോ കൊണ്ടുവന്നിട്ടുള്ള തിയറികളിൽ മിക്ക തിയറികളും ഈ ബുക്കിലാണുള്ളത്. 1817 ഇറങ്ങിയ ഈ ബുക്ക് കേട്ടോ. അപ്പം നമ്മൾ എവിടെ റിക്കാർഡോ എന്ന് കണ്ടാലും ഫസ്റ്റ് നമുക്ക് അവിടെ ഈ 2 കാര്യങ്ങൾ, ഈ ബുക്കിന്റെ പേരും ഈ വർഷവും ഓർമ്മ വരണം കേട്ടോ. അടുത്ത ബുക്ക് ഏതാ? ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ തിയറി ഈ ബുക്കിലാണ് വന്നത്. ആരുടെയാണെന്നല്ലേ നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് ഏതാ? ദാസ് ക്യാപിറ്റൽ. ദാസ് ക്യാപിറ്റൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിൽ ഒരു ലാൻഡ്മാർക്ക് ബുക്കാണ് അല്ലേ. അപ്പൊ ആരൊക്കെയാണ് എഴുതിയത്, ഏത് വർഷമാണ് വന്നത്? ഈ 2 ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏത് വർഷമാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഇനി വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആരാണ് ഈ ബുക്ക് എഴുതിയത് എന്നും വരാം. സോ ആ 2 കാര്യങ്ങളും കവർ ചെയ്തിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് കെയ്ൻസ് ആണ് കൊണ്ടുവന്നത്. 1936 കെയ്ൻസിന്റെ ബുക്കാണ് ഇത്. ഇതെല്ലാവർക്കും അറിയാം അല്ലെ. ഇതാരും തെറ്റിയില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. ഞാൻ പറഞ്ഞു, ഇത് ആഡം സ്മിത്തിന്റെ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. 1759 ഈ ബുക്ക് ഇറങ്ങിയത്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം ആഡം സ്മിത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം പുരാതനമായിട്ടുള്ള വളരെ പഴയ ഒരു എക്കണോമിസ്റ്റ് ആണ് അല്ലേ. വളരെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ബിലോങ് ചെയ്യുന്ന, ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ഫാദറും കൂടിയാണ് ആഡം സ്മിത്ത് അല്ലേ. അപ്പൊ അത്രയും പഴയതാണെന്ന് ആലോചിക്കണം. ആ കാലത്ത് അദ്ദേഹത്തിന്റെ തോട്ട്സും അദ്ദേഹത്തിന്റെ എക്കണോമിക് തിയറീസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബുക്കിലാണ് കേട്ടോ. ഈ അടുത്ത ബുക്ക് ഏതാ? പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡേവിഡ് റിക്കാർഡോന്റെ ഒരുപാട് തിയറികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബുക്കിലാണ്. അതും 1817 എന്നുള്ള ഇയർ എപ്പോഴും റിക്കാർഡോനോട് റിലേറ്റഡ് ആയിരിക്കും. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് 1817 എന്നുള്ള ഇയറിൽ ഈ ബുക്കിലൂടെ ഡേവിഡ് റിക്കാർഡോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു, മാൽത്തസ് തിയറി ഓഫ് പോപ്പുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. എന്താ മാൽത്തസ് തിയറി? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഫുഡ് കൺസംഷൻ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷന്റെ ഗ്രോത്ത് വെറും അരിത്മെറ്റിക് പ്രോഗ്രഷൻ മാത്രമായിരിക്കും. പക്ഷേ പോപ്പുലേഷൻ ഗ്രോത്ത് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് കൂടുകയും ഇതൊരു ഫാമിനിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാൽത്തസിന്റെ തിയറി ഓഫ് പോപ്പുലേഷൻ. പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ മാൽത്തസിന്റെ തിയറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബുക്കിലാണ്. ഇനി നെക്സ്റ്റ് വൺ, ദാസ് ക്യാപിറ്റൽ. ദാസ് ക്യാപിറ്റൽ പിന്നെ നിങ്ങൾ എല്ലാവർക്കും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കും. അറിഞ്ഞില്ലെങ്കിൽ നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1867 നമ്മുടെ കാൾ മാർക്സ് കൊണ്ടുവന്നത് അല്ലേ. അപ്പൊ ഇത് വളരെ നമുക്കറിയാം, ഒരുപാട് സോഷ്യലിസം എന്നുള്ള ഒരു കാര്യം എക്കണോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൽ കാൾ മാർക്സിന്റെ തിയറികൾ വരികയും, തിയറി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിലും ശരി. അപ്പൊ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എക്കണോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഈ ബുക്കിലൂടെയാണ് കേട്ടോ. അപ്പൊ ഈ എല്ലാത്തിനെയും പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ഇതിന് ക്രോണോളജിയിൽ ഓർഡറിലാക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും ബുക്സുകൾ നിങ്ങൾക്ക് ഇതേപോലെ PYQs സോൾവ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ അതും ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒരു ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങളുടെ ഒരു നോട്ട് പോലെ കീപ്പ് ചെയ്യുക. റിവിഷൻ നോട്ട് എന്നുള്ള നിലയിൽ ഒരു കുഞ്ഞി നോട്ട്ബുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോൾ കിട്ടുന്നു അപ്പം അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are not true with reference to distortions of corporation tax? ഇത് വളരെയധികം കുട്ടികളെ ബുദ്ധിമുട്ടിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസും ലോജിക്കും യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചറും ആ ഒരു ലാംഗ്വേജും വളരെയധികം ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവരെന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കിതിനെ ഒന്ന് തുണ്ടായിട്ട് മുറിച്ച് ഡീകോഡ് ചെയ്ത് നോക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ഇവരെന്താ ചോദിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്? എൻകറേജ് ഷോർട്ട് ലിവ്ഡ് വേഴ്സസ് ലോങ് ലിവ്ഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വായിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യനെ പറ്റിയിട്ട് ആദ്യം ഒരു ധാരണ ഉണ്ടാക്കാം. കോർപ്പറേഷൻ ടാക്സിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. കോർപ്പറേഷൻ ടാക്സ് ഉള്ളപ്പോൾ അതിൻ്റെ, അതായത് ചെലുത്തുമ്പോൾ അതിൻ്റെ ഡിസ്റ്റോഷൻസ് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ഈ ഇടപെടുക, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളെയാണ് നമ്മൾ ഡിസ്റ്റോഷൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കോർപ്പറേഷൻ ടാക്സ് എന്നുള്ള ആ ഒരു ടാക്സിന്റെ അനാവശ്യമായിട്ടുള്ള ഡീമെറിറ്റുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കോർപ്പറേഷൻ ടാക്സ് ഒരു ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്? ഈ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ അല്ലാത്തതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എന്നുള്ള വേർഡ് അവിടെ ഉണ്ട്, അതാരും മിസ് ചെയ്യരുത്. നോട്ട് എന്നുള്ള വേർഡ് കണ്ടാൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അത് മൈൻഡിൽ ഒരു ഡബിൾ അണ്ടർലൈൻ ഇട്ട് വെക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഈ സംഭവത്തിന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഓപ്ഷൻസുമായിട്ട് ഈ ക്വസ്റ്റ്യന് ഒരു ബന്ധമില്ല, ഇതാദ്യം നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം എൻകറേജ് ഷോർട്ട് ലിവ്ഡ് വേഴ്സസ് ലോങ് ലിവ്ഡ് ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് ഷോർട്ട് ലിവ്ഡ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു പരിധിയുടെ അപ്പുറത്തേക്ക്, ഇപ്പൊ ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം ഇതിന്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പേഴ്സണൽ യൂസിൽ ആലോചിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഇതിനൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനെ എൻകറേജ് ചെയ്യും ലോങ് ലിവ്ഡ് ക്യാപിറ്റൽ ഗുഡ്സിനെക്കാളും എന്നുള്ളൊരു കമ്പാരിസൺ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കോർപ്പറേഷൻ ടാക്സ് ചെലുത്തുന്നത് കൊണ്ട്? ഇല്ല അല്ലേ. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഇതിനൊരു അർത്ഥമില്ലാത്തൊരു സെന്റൻസ് ആണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല അല്ലേ. സോ സിംപ്ലി നമുക്ക് ഇതിനൊരു കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരു സെൻസ് നമുക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്താണ്? ഈ ഓപ്ഷൻ ഈ ചോദ്യത്തിൽ കറക്റ്റ് ആൻസർ ആണ്, കാരണം ചോദിച്ചിരിക്കുന്നത് നോട്ടാണ് കേട്ടോ. ഇനി ഓപ്ഷൻ ബി നോക്കി കഴിഞ്ഞാൽ എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസെറ്റ്സ് ദാറ്റ് ക്യാൻ ബി കോളാറ്ററൈസ്ഡ് കമ്പയർഡ് ടു വിത്ത് ദോസ് ദാറ്റ് കനോട്ട്. അതായത് നമ്മുടെ അസറ്റുകൾ, ഒരു കമ്പനിക്ക് ഒരുപാട് അസറ്റുകൾ പല തരത്തിലുണ്ടാവും അല്ലേ. ആ അസറ്റുകളിൽ കോലാറ്ററൽ ആയിട്ട് വെച്ച് ലോൺ എടുക്കാൻ പറ്റുന്ന, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കാൻ പറ്റുന്ന അസറ്റുകളെ കൂടുതൽ എൻകറേജ് ചെയ്യും. കോലാറ്ററൽ ആയിട്ട് വെക്കാൻ പറ്റാത്ത അസറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ഭൂമിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഭൂമിയുടെ ആധാരം ബാങ്കിൽ പണയം വെച്ച് കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ കിട്ടും. പക്ഷേ ഒരു ക്യാമറ എന്ന് വിചാരിക്കാം, ഒരു ക്യാമറ ഒരു എഡ്ടെക് കമ്പനിയുടെ ഒരു ക്യാപിറ്റൽ ഗുഡ് ആണ് അല്ലേ. പക്ഷെ ഈ ക്യാമറ കൊണ്ട് കോലാറ്ററൽ ആയിട്ട് നമുക്ക് വെച്ചിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ? ലോൺ എന്തെങ്കിലും കിട്ടുമോ? കിട്ടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെയുള്ള അതായത് അസറ്റുകൾ കോലാറ്ററൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ എൻകറേജ് ചെയ്യും കോർപ്പറേഷൻ ടാക്സ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലെ അർത്ഥം മനസ്സിലാവും. അതായത് നമുക്ക് കോർപ്പറേഷൻ ടാക്സിൽ നിന്നും ഒരു റിഡക്ഷൻ കിട്ടാനുള്ള ഒരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിയൽ ലൈഫിൽ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് അസറ്റുകൾക്ക് അതിനെ കോലാറ്ററൈസ് ചെയ്തിട്ട് അതിന് എഗെയിൻസ്റ്റ് ലോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോർപ്പറേഷൻ ടാക്സ് ബേർഡനിൽ വലിയൊരു ഇളവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ഈ പറയുന്നത് കറക്റ്റ് സെൻസ് ഉള്ള കാര്യമാണ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബിയിൽ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോട്ട് ആയതുകൊണ്ട് നമ്മൾ ഈ ആൻസർ കറക്റ്റ് അല്ല കേട്ടോ. ഇനി ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ
എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഡസ്ട്രീസ് ഹാവിംഗ് ലോവർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ്. അതായത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കുറവ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊതുവെ സിംപ്ലി പറയുകയാണെങ്കിൽ കടം കുറവാണ് എന്നുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇൻഡസ്ട്രിയിൽ എൻകറേജ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതും കോർപ്പറേഷൻ ടാക്സുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. സോ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻ സിയും കറക്റ്റ് ആൻസർ ആണ്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവിടെ എ ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി ഓപ്ഷൻ ഡിയും കൂടെ നമുക്കൊന്ന് വായിക്കാം. മേ ഗിവ് റൈസ് ടു ലീസിങ് ആൻഡ് ടാക്സ് ഇൻഡ്യൂസ്ഡ് മേജേഴ്സ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ രണ്ട് കുഞ്ഞു കമ്പനികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് അടച്ച് ആ ഒരു ബേർഡൻ വഹിക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ ഈ രണ്ട് കമ്പനികളും മേർജ് ചെയ്തിട്ട് ഒരു കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടാക്സ് ബേർഡനേ ഉള്ളൂ, ഒരു കോർപ്പറേഷൻ ടാക്സ് അടച്ചാൽ മതി. ഇങ്ങനെയുള്ള കോർപ്പറേഷൻ ടാക്സിനെ വെട്ടിക്കുവാനും അല്ലെങ്കിൽ ആ ഒരു ബേർഡൻ കുറവാക്കുവാനും റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ ടാക്സ് ഇൻഡ്യൂസ്ഡ് മേർജേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ശരിക്കുള്ള കാര്യമായതുകൊണ്ട് ഇത് ട്രൂ ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അതല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഓപ്ഷൻ എ ആൻഡ് സി ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following are true in case of measures of dispersion and central tendency? വീണ്ടും ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റിയിട്ടും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ പറ്റിയിട്ടും. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത് എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതൊരു കുറച്ച് ഒരു ഈസി ക്വസ്റ്റ്യൻ അല്ല, ഒരു ലെവലിലെങ്കിലും കൂടുതലാണ് കേട്ടോ. എക്കണോമെട്രിക്സ് ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ചും ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ algebraic sum of deviations from mean is minimum എന്നാണ് കേട്ടോ. അപ്പൊ എന്താ പറയുന്നേ, നമുക്ക് മീനിൽ നിന്നും വരുന്ന ഡീവിയേഷൻസ് നമ്മളിപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യില്ലേ, ഒരു കോളം സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോളത്തിന്റെ സം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും മിനിമം നമ്പർ ആയിരിക്കും. എത്ര മിനിമം ആവാൻ പറ്റുമോ അത്രയും ഏറ്റവും ലോവസ്റ്റ് നമ്പറേ നമുക്ക് എപ്പോഴും കിട്ടുകയുള്ളൂ. ഇത് മീനിൽ നിന്നുമാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഇത് മിനിമം ആയിരിക്കും എന്നാണ് പറയുക അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാവും, നമ്മുടെ ഗോസ്-മാർക്കോവ് തിയറത്തില് ബ്ലൂ പ്രോപ്പർട്ടിയിലൊക്കെ നമ്മളിത് പറയുന്നുണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ മീനിൽ നിന്നും ഡീവിയേഷൻസ് എടുത്തിട്ട് അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് മിനിമം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ OLS ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. എക്കണോമെട്രിക്സിൽ ശരിക്കും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇനി അതിപ്പോ എന്തായാലും ട്രൂ ആണല്ലോ അല്ലെ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മീൻ ഡീവിയേഷൻ ഇസ് ലീസ്റ്റ് വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീഡിയൻ. ഇതും ശരിക്കുള്ള കാര്യമാണ് അല്ലെ. ഇതൊരു മീഡിയന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. നമ്മൾ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതിൽ നിന്ന് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. മീനിൽ നിന്നും ആവാം, മീഡിയനിൽ നിന്നും ആവാം, മോഡിൽ നിന്നും ആവാം. അപ്പൊ ഇതിൽ 3 തരത്തിൽ ചെയ്താലും ഇതിൽ ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് ലീസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു നമ്പർ മീഡിയനിൽ നിന്നും ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാലാണ് കിട്ടുക. എപ്പോഴും ആ ഒരു എറേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ദൂരെ പോകുന്നത് മീൻ വാല്യൂവിൽ നിന്നും എത്ര ഡീവിയേഷൻസ് വരുന്നു അത്രയും മോശമാണ് അല്ലേ. ഡീവിയേഷൻസ് എത്ര കുറവാണോ അത്രയും നല്ലതാണ്. അപ്പൊ അങ്ങനെ നല്ലതായിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻസ് എടുക്കുക എന്നുള്ളത്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് സി നോക്കിക്കഴിഞ്ഞാൽ വേരിയൻസ് ഇസ് നോൺ നെഗറ്റീവ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വേരിയൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറയുന്നത് അല്ലേ. ഉറപ്പായിട്ടും അത് നോൺ നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് ആയിട്ടല്ലേ നമുക്ക് എത്രത്തോളം ദൂരേക്ക് ഈ വാല്യൂസ് ഒക്കെ സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ആയിട്ട് ഒരിക്കലും ഡിസ്പേർഷൻസ് സംഭവിക്കില്ല അല്ലെ. എത്ര ദൂരെ പോയി എന്നുള്ളത് നെഗറ്റീവ് വാല്യൂവിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് വേരിയൻസ് ഇസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഹാവ് സെയിം യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ നമുക്കിത് ശരിയായിട്ട് തോന്നുമെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു തെറ്റ് ഇതിലുണ്ട്. എന്താണെന്നല്ലേ, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒരേ യൂണിറ്റ് തന്നെയാണ്, അത് ശരി തന്നെയാണ്. പക്ഷെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന് യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ആണ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇതേ പറയുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് അല്ലെ. എത്രത്തോളം സ്പ്രെഡ് ആയിട്ടാണ് നമ്മുടെ ഡാറ്റ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് നമുക്കൊരു യൂണിറ്റ് വൈസ് അല്ല ആൻസർ പറയുന്നത്, യൂണിറ്റ് ലെസ് ആയിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. ആ ഒരു ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് കാരണം ഓപ്ഷൻ ഡി തെറ്റാവുകയാണ് കേട്ടോ. ഇനി ഓപ്ഷൻ ഇ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരിക്കലും ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ് അല്ലേ. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഇ ഓൺലി എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ 3 months ക്രാഷ് കോഴ്സ് പ്രോഗ്രാം UGC നെറ്റ് എക്കണോമിക്സിന്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക.
ഓൾറെഡി ലേറ്റ് ആണ്, 6 മന്ത്സിനെ പ്രിപ്പയർ ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കൂടെയാണ് നിങ്ങൾ കമ്പീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസത്തോടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9778826292. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈസ് ലീഡർഷിപ്പ് ഇസ് ഫോൾസ്. വീണ്ടും ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇതിൽ കറക്റ്റ് ആൻസർ ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് പ്രൈസ് ലീഡർഷിപ്പ് ഇസ് എ ഫോം ഓഫ് ടാസിറ്റ് കൊല്യൂഷൻ. എന്താണ് ഈ ടാസിറ്റ് കൊല്യൂഷൻ? ടാസിറ്റ് കൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അഗ്രിമെന്റ് എഴുതി ഫോർമലി ഒഫീഷ്യലി അല്ലാതെ ഇൻഫോർമലി ചെയ്യുന്ന ഒരു കൊല്യൂഷനെയാണ് നമ്മൾ ടാസിറ്റ് കൊല്യൂഷൻ എന്ന് പറയുക. പ്രൈസ് ലീഡർഷിപ്പ് ഇതിൻ്റെ ഒരു ഫോം ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആണ് അല്ലേ. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ആരും നിങ്ങളാണ് ഞങ്ങളുടെ പ്രൈസ് ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേമിനെ സെറ്റ് ചെയ്ത് വെക്കുകയോ എന്നിട്ട് ഒരു അഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് ഇതൊന്നും ഒഫീഷ്യലി നടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊരു ടാസിറ്റ് കൊല്യൂഷൻ ആണ്. ഇത് കാഷ്വലി ഇൻഫോർമലി നടന്നു പോകുന്ന റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ അത് വളരെയധികം ടാസിറ്റ് ആയിട്ടുള്ള ഒരു കൊല്യൂഷൻ ആണ് കേട്ടോ. കറക്റ്റ് ആണ്, ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ വിത്ത് ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ് ദ ലീഡർ ഇൻ ആൻ ഇൻഡസ്ട്രി ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫേം. അതായത് എന്താ പറയുന്നത്, ഒരു ഇൻഡസ്ട്രിയിലെ ലീഡർ, ഡോമിനന്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ് എന്നുള്ള ഒരു മെത്തേഡിൽ ഇൻഡസ്ട്രിയിലെ ലീഡർ ബിഗ്ഗസ്റ്റ് ഫേം ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണ് അല്ലേ. കാരണം ഡൊമിനന്റ് ഫേം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, ഡൊമിനന്റ് ആയി നിൽക്കുന്ന ഫേം എപ്പോഴും ബിഗ്ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും അല്ലെ. ഏകദേശം നമുക്ക് മൊണോപ്പൊളി, കുറച്ചൊക്കെ ഒരു മൊണോപ്പൊളി പവർ ഉള്ള ഏതോ ഒരു ഫേം ഡൊമിനന്റ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുകയും ആ ഫേം സെറ്റ് ചെയ്യുന്ന പ്രൈസ് ഫോളോ ചെയ്യല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ഫേംസ് ഒക്കെ പ്രൈസ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോമിനന്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ബിഗ്ഗസ്റ്റ് ഫേം തന്നെയായിരിക്കും ചെയ്യുക, കാരണം അപ്പോഴാണ് അവർക്കൊരു മൊണോപ്പൊളി പവർ ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ വിത്ത് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് ദ ലീഡർ മേ ചേഞ്ച് ഈവൻ ഇഫ് ദ റിലേറ്റീവ് സൈസ് ഓഫ് ഈച്ച് ഫേം സ്റ്റേസ് ദ സെയിം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ കേട്ടോ. ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് എക്സ്പീരിയൻസും ഇൻഡസ്ട്രിയെ പറ്റി നല്ല നോളേജും മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും എക്കണോമിക് ആയിട്ട് കൃത്യമായിട്ടൊരു ധാരണയുള്ള ഒരാളാണ് ഇവിടെ ബാരോമെട്രിക് പ്രൈസ് ലീഡറായിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ലീഡർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്, മേ ചേഞ്ച് ഈവൺ ഇഫ് റിലേറ്റീവ് സൈസ് ഓഫ് ഈച്ച് ഫേം സ്റ്റേസ് ദ സെയിം. അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഓരോ ഫേമുകളുടെയും സൈസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പോലും ഈ ബാരോമെട്രിക് പ്രൈസ് ലീഡർ ആരാണോ അതിലൊരു മാറ്റവും വരില്ല എന്നാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ശരിയാണ് അല്ലേ. കാരണം ഫേമിന്റെ സൈസ് നോക്കിയിട്ടല്ല നമ്മൾ ബാരോമെട്രിക് പ്രൈസ് ലീഡറിനെ ചൂസ് ചെയ്യുന്നത്. ആ ഫേമിന്റെ എക്സ്പീരിയൻസും ഒരു മാർക്കറ്റ് നോളജ്, ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസിനെക്കാളും മാർക്കറ്റ് നോളജ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ബാരോമെട്രിക് പ്രൈസ് ലീഡറിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലാതെ ഫേമിന്റെ സൈസിനല്ല. അപ്പൊ ഫേമിന്റെ സൈസ് ചേഞ്ച് ആയാലും വലിപ്പം കൂടിയാലും കുറഞ്ഞാലും ഇതൊന്നും ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പിനെ ബാധിക്കില്ല എന്നുള്ളതാണ് കാര്യമായിട്ട് വരിക. ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ലീഡർഷിപ്പ് ബ്രേക്സ് ഡൗൺ ഇഫ് ഇൻപുട്ട് പ്രൈസസ് ഓർ ഡിമാൻഡ് കണ്ടീഷൻസ് ചേഞ്ച്. അതായത് ഇൻപുട്ടിന്റെ വിലകൾക്കോ അല്ലെങ്കിൽ ഡിമാൻഡിലോ ചേഞ്ച് വന്നാൽ പ്രൈസ് ലീഡർഷിപ്പ് ബ്രേക്ക് ഡൗൺ ആവും എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നടക്കാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും അത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇൻപുട്ട് കണ്ടീഷൻസോ ഡിമാൻഡ് കണ്ടീഷൻസോ ഒന്നും പ്രൈസ് ലീഡർഷിപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഫോൾസ് ആവുകയും, ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്, അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആവുകയും ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രോബ്ലം ആണ്, എന്താ പറയുക, ഒരു ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വായിച്ചു നോക്കാം. സപ്പോസ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് GDP ഇസ് $1,000 billion if MPC is 0.75 and government spending increases by $100 billion, then expenditure multiplier and new level of GDP respectively will be. അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ പുതിയ ലെവൽ ഓഫ് GDP എത്രയായിരിക്കും എന്നും ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഈ കോണ്ടെക്സ്റ്റിനെ ഒന്ന് വിശകലനം ചെയ്താലോ. ഇനീഷ്യലി ഇക്വിലിബ്രിയത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെ GDP $1,000 billion ആണ്. പക്ഷേ ഇതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു $100 billion സ്പെൻഡ് ചെയ്തു എക്കോണമിയിലേക്ക്. അപ്പൊ ഈ ഒരു $100 billion ഇൻജെക്ട് ആവുകയാണ് അല്ലെ. ഇതേ സമയത്ത്
നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം 0.75 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നുള്ള ഇക്വേഷന്റെ ഒരു ഫോർമുലയാണ് ഇവിടെ വേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതി. അപ്പൊ നമ്മൾ എപ്പോഴും റഫ് ഷീറ്റിലും ഈ കാര്യം ചെയ്യണം കേട്ടോ. എക്സാം ഹാളിൽ റഫ് ഷീറ്റിൽ ആദ്യം സിമ്പിൾ ആയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളെ ഈക്വൽ ടു ഇട്ടിട്ട് എഴുതണം. ഇപ്പൊ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ MPC 0.5 ആണ്. ഇനീഷ്യൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെന്റ് GDP, ഇനീഷ്യൽ GDP $1000 billion ആണ്. കൂടുതലായിട്ട് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത് $100 billion ആണ്. അത് നമ്മൾ ആദ്യം എഴുതി വെച്ചു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. 1 ഡിവൈഡഡ് ബൈ 1 - C എന്നുള്ളതാണ് അല്ലേ. അപ്പൊ C എന്നുള്ളത് സ്മോൾ ലെറ്റർ C എന്ന് വെച്ചാൽ MPC ഓൾറെഡി തന്നിട്ടുണ്ട് 0.75 ആണ്. അപ്പൊ നമ്മൾ 1 ഡിവൈഡഡ് ബൈ 1 - 0.75 എന്ന് ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 1 ഡിവൈഡഡ് ബൈ 0.25 എന്ന് കിട്ടും. അപ്പൊ ഫൈനൽ ആൻസർ എത്രയാണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിന്റെ 4 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കിട്ടി. പക്ഷെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ മാത്രമാണോ ചോദിച്ചിട്ടുള്ളത്? അല്ല അല്ലേ. ഇങ്ങനെ 4 ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ 4 ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? 4 ഇരട്ടി വലിപ്പത്തിൽ ഈ ഗവൺമെന്റ് ഇൻജക്ട് ചെയ്ത പൈസ നമ്മുടെ ഇക്കോണമിയിലേക്ക് വരും എന്നാണ്. അപ്പൊ 4 ഇരട്ടിയായിട്ട് ഇത് മാറും. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവസാനം ഫൈനലി GDP എത്ര രൂപയായിട്ട് കൂടും എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അത് സിംപ്ലി 4 ഇരട്ടിയാക്കി അതിനെ മാറ്റുകയാണോ? അല്ല അല്ലേ. അപ്പൊ 4 ഇരട്ടിയായിട്ട് മാറുന്നത് ഏത് കാര്യമാണ്? ഗവൺമെന്റ് എക്സ്ട്രാ ഇൻജക്ട് ചെയ്ത ആ എക്സ്ട്രാ $100 billion മാത്രമാണ് 4 ഇരട്ടിയായിട്ട് മാറുക. അപ്പൊ അത് 4 ഇരട്ടിയായി മാറിക്കഴിഞ്ഞാൽ $400 billion ആയിട്ട് അത് മാറും അല്ലേ. അതാണ് ΔY = ΔG ഡിവൈഡഡ് ബൈ 1 - C. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. കൺസെപ്ച്വലി പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ നമ്മൾ $400 billion എന്നുള്ള ആൻസർ കിട്ടി. അതായത് $400 billion ഇനി എക്സ്ട്രാ ആയിട്ട് ഇക്കോണമിയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തത് ആകെ $100 billion ആണ് കേട്ടോ. ഇതപ്പോ 4 ഇരട്ടിയായിട്ട് വന്നിട്ട് എക്സ്ട്രാ ആയിട്ട് ഇക്കോണമിയിലേക്ക് ആഡ് ആവും. അപ്പൊ ഓൾറെഡി ഇക്കോണമിയിൽ എത്രയുണ്ട്? $1000 billion ഉണ്ട്. ഇതിന്റെ കൂടെ എക്സ്ട്രാ $400 billion കൂടെ വരുമ്പോൾ എത്രയാവും? $1400 billion ഫൈനൽ GDP നമ്മുടെ ഇക്കോണമിയിൽ അവസാനമായിട്ട് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ആൻസർ. 2 ഇതായിട്ടായിരിക്കും നമ്മുടെ ഓപ്ഷൻസിൽ 400, $1400 ഇങ്ങനെയായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക കേട്ടോ. കാരണം ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി വെറും 3 മാസം തികച്ച് ഉള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ ആണ് ഇപ്പോൾ ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ തന്നെ ഒരു ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഒരു 90 ഡേയ്സിനുള്ള ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. അതായത് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും. ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് സോൾവിങ്ങിനായിട്ട് കോൺടാക്ട് ചെയ്യാനും. അതേപോലെ PDF ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9778826292. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇത്തവണത്തെ എക്സാം നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം. നിങ്ങളുടെ കൂടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഉണ്ട്. അതേപോലെ ഈ ചാനലിൽ ഇതേപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. അതെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്